നമ്മുടെ കേരളം ആരോഗ്യ കേരളം എന്നത് നമ്മൾ അഭിമാനത്തോടെ കാലങ്ങളായി പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ ചികിത്സാ സംവിധാനങ്ങളും ഡോക്ടർമാരുമൊക്കെ ഏറ്റവും മികച്ചത് തന്നെയാണ് പലപ്പോഴും മെഡിക്കൽ കോളേജുകളിലടക്കം. പക്ഷേ അവിടെ ഉണ്ടാകുന്ന രോഗികൾക്ക് നേരെ ഉണ്ടാകുന്ന ട്രീറ്റ് ചെയ്യുന്ന രീതി, അതായത് രോഗികളെ പരിചരിക്കുന്ന രീതി, നമ്മൾ കൊടുത്ത നികുതിപ്പണം തന്നെ നമുക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന ഒരു സംവിധാനങ്ങളാണ് ഇതെല്ലാം. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മളെന്തോ ഭിക്ഷയ്ക്ക് വേണ്ടി യാചിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ശാരിക, കുണ്ടറയിലെ, എൻ്റെ സ്വദേശമാണ് കൊല്ലം, കുണ്ടറയിലെ താലൂക്ക് ആശുപത്രിയിൽ ഒരു വലിയ വീഴ്ചയുണ്ടായി. അത് അവിടെ കറണ്ട് ഇല്ലായിരുന്നു. അതിനുശേഷം ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഡീസൽ ഒഴിക്കാനായിട്ട് പണമില്ല എന്ന് പറയുന്ന വെറും ബാലിശമായ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഗർഭിണികൾക്ക് ചികിത്സ നിഷേധിക്കുന്നൊരവസ്ഥയുണ്ടായി. പിന്നീട് കൊല്ലത്തെ ആശുപത്രിയിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ഭയങ്കരമായിട്ട് വിവാദമായിട്ടിരിക്കുന്ന ഒരു അനാസ്ഥയെ കുറിച്ചാണ് അത്. ശരിക്കും അതിലെനിക്ക് കേട്ടപ്പോൾ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഇത് കുണ്ടറയിൽ മാത്രമല്ല, ആലപ്പുഴയിലും ഹരിപ്പാടും കായംകുളത്തും എല്ലായിടത്തും ഇതേ രീതിയിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് അനാസ്ഥകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അവർ ചോദിക്കുന്ന പോലെ നമ്മൾ ഈ ഒരു ഗർഭിണിയെ ഏറ്റവും അധികം കരുതലോടെ നോക്കേണ്ട ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഈ ഡോക്ടർമാർ നമ്മൾ ഓരോ പ്രാവശ്യവും ട്രൈമസ്റ്ററും അതുപോലെ ആദ്യത്തെ 3 മാസം, പിന്നീടുള്ള 3 മാസം, ലാസ്റ്റ് മന്തൊക്കെ ചെല്ലുമ്പോഴും വളരെ കരുതലോടുകൂടി നോക്കണം, അവൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകണമെന്ന് പറയുമ്പോഴും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഗർഭിണി ഒരിക്കലും സന്തുഷ്ടവതി ആകത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് ചെയ്യും. കാരണം എൻ്റെ പേഴ്സണൽ അനുഭവങ്ങളിൽ നിന്ന് പോലും എനിക്കത് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുണ്ടറയിലെ കേസ് പറയുവാണെങ്കിൽ ഒരു ഗർഭിണിക്ക് അവരുടെ അമ്മ ഒരു ആശാ വർക്കറാണല്ലേ, അവർ പറയുന്നത് ആശാ വർക്കറാണ്. അപ്പൊ അവര് പറയുന്നത് ഈ പ്രസവവേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കുമ്പോൾ കറണ്ട് ഇല്ല, ഇവർക്ക് അറിയാമായിരുന്നു ജനറേറ്റർ വർക്ക് ചെയ്തില്ലെന്ന്. ഇപ്പോൾ നേരത്തെ ജയ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഡിസ്കഷനിൽ മുമ്പ് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ജയ് പറഞ്ഞിരുന്നു, ഇതൊന്നും ഒറ്റ രാത്രി കൊണ്ടുണ്ടായ സംഭവങ്ങളല്ല. ഇവർക്കറിയാം ഇതിവിടെ ഇങ്ങനെയാണ്, ഇവിടെ സംഭവം ജനറേറ്റർ കംപ്ലൈന്റ് ആണ്, ജനറേറ്റർ ഡീസൽ ഇല്ല. ഇതൊക്കെ രോഗികളാണോ? രോഗികളുടെ ഡീസലിനുള്ള കാശും രോഗികൾ ഗതികെട്ട രോഗികൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയും ജീവനുമാണ് വലുത്. ഒരു 500 വെച്ച് ഞങ്ങൾ കൊടുക്കണമെങ്കിൽ ഞങ്ങൾ 500 വെച്ച് കൊടുത്തേനെ. കാര്യം അതിലും എത്രയോ വലുതാണ് ഞങ്ങളുടെ കുട്ടികളുടെ ജീവൻ. അല്ലെങ്കിൽ ആ ഉദരത്തിൽ നിന്ന് എടുക്കേണ്ട അവർ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞു ജീവൻ. അതെ, എത്ര കഷ്ടപ്പെട്ടു, എത്ര ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമാണ്. കാരണം എന്റെയൊക്കെ മാതാപിതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ അമ്മയായി കഴിയുമ്പോൾ അത് രണ്ടാകുക, അതായത് 2 പാത്രത്തിലായാൽ മാത്രമേ ഒരു സമാധാനമുള്ളൂ. അതുവരെ നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. കാരണം ഏത് മൊമെന്റും ഇത് കോംപ്ലിക്കേറ്റഡ് ആയി മാറാം. പ്രസവത്തിന്റെ ഒക്കെ കോംപ്ലിക്കേഷൻ ഒക്കെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഈ ജനറൽ ഹോസ്പിറ്റൽ, ഈ സർക്കാർ ഹോസ്പിറ്റലിന്റെ ഏറ്റവും തിക്തമായ അനുഭവങ്ങൾ പേഴ്സണലി നേരിട്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ വലിയൊരു അത്ഭുതം തോന്നുന്നില്ല. കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കുണ്ടറ താലൂക്ക് ഹോസ്പിറ്റൽ അവിടെ നിൽക്കട്ടെ, ആലപ്പുഴ, അതും ഇത് പ്രസവമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ ചാനലിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആലപ്പുഴ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, അണ്ടകടാഹം ഏക്കർ കണക്കിന് കിടക്കുന്ന കെട്ടിടങ്ങളും കാര്യങ്ങളും, അവിടെ രോഗികൾ നരകിക്കുക. ഇപ്പോ ഞാൻ അന്ന് ലേബർ റൂമിൽ, എന്റെ പ്രസവ സമയത്ത് എന്നെ ലേബർ റൂമിലേക്ക് അവർ BP കൂടുതലാണെന്ന് പറഞ്ഞ് ഉടനെ തന്നെ അഡ്മിറ്റ് ആകാനായിട്ട് അവിടെ പറയുന്നത്. അഡ്മിറ്റ് ആകുമ്പോൾ അവര് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മളെ ലേബർ റൂമിൽ കിടത്തുമ്പോൾ അറ്റ് എ ടൈം ഒരു 15 ഗർഭിണികൾ അവിടെ പ്രസവനോട് കരയുന്നത്. ഏതൊരു ഗർഭിണിയുടെ ബോധം കയറുമ്പോഴേ പോകും. കാരണം അത്രയും അലർച്ചയാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൂടാതെ അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഇത് പറയുന്നത്, എന്റെ ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും നല്ല ചികിത്സ അവിടെ കിട്ടും. അത് ഡോക്ടർമാർ പെർഫെക്റ്റ് ആണ്. ഇപ്പൊ ഈ കുണ്ടറ ഹോസ്പിറ്റലിൽ പറഞ്ഞ പോലെ ഡോക്ടർമാരെല്ലാം അടിപൊളിയാണ്, അവരെ നല്ല എക്സ്പേർട്ട് ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ പോലെ അല്ല. ഭാവിയിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും, പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേജ് കടന്നു പോകേണ്ട, ഒരു നരകം കടന്ന് സ്വർഗത്തിലേക്ക് ചെല്ലുന്ന ഒരു അവസ്ഥയാണ് ഈ സർക്കാർ ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പോകുന്നത്. അത് താലൂക്ക് ആയാലും വിമൻ ആൻഡ് ചിൽഡ്രൻ ആയാലും മെഡിക്കൽ കോളേജ് ആയാലും എല്ലാം ഈക്വൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജ് എൻ്റെ പ്രസവ സമയത്ത് അവിടുത്തെ ഒരു നമ്മുടെ ബാത്റൂമിന്റെ കേസ് പറയുവാണെങ്കിൽ, ഒരു പെയിന്റ് ബക്കറ്റ് ഫോർ എക്സാമ്പിൾ എടുക്കുന്ന ഒരു പെയിന്റ് ബക്കറ്റ്, അത് ചാണകത്തിൽ മുക്കി വർഷങ്ങളോളം വെച്ച് ഉണക്കി എടുക്കുന്ന ഒരു അവസ്ഥ. അതാണ് അവിടുത്തെ ബക്കറ്റ്. അതുകൂടാതെ വെള്ളമില്ല, ബാത്റൂമിൽ വെള്ളമില്ല, ലൈറ്റ് ഇല്ല. പിന്നെ നമ്മുടെ കണങ്കാല് വരെ, നമ്മുടെ ആംഗിൾ വരെയും വെള്ളം കെട്ടിക്കിടക്കുവാണ് ബാത്റൂമിനകത്ത്. എന്നിട്ട് അവരോട് ഒറ്റ റൂമാണ്, ഒറ്റ ബാത്റൂമേ ഉള്ളൂ. അത് പോയി ഇപ്പൊ നമുക്ക് പിന്നെ ഈ എന്താ പറയുന്നത്, എല്ലാം വയറ്റ് മുഴുവൻ കഴുകാനായിട്ടുള്ള ടാബ്ലറ്റ് തരുമല്ലോ, എനിമ വെച്ചിട്ട് പറയാം ബാത്റൂമിൽ പോകാൻ നമുക്ക് മുട്ടും. അപ്പോ അവര് പറയാം നിങ്ങൾ പോയിട്ട് വരും. നമ്മൾ നോക്കുമ്പോൾ വാതിലില്ല, ലൈറ്റ് ഇല്ല, വെള്ളമില്ല. ഏതൊരു നമ്മൾ ഓർക്കും നമുക്ക് വല്ല ഇൻഫെക്ഷൻ ഉണ്ടായി നമ്മൾ അവിടെ തന്നെ ബോധം കെട്ട് തലകറങ്ങി വീഴുമെന്ന് ചിന്തിച്ചു പോകും. ആ പരുവത്തിന് കിടക്കുന്നത് അത് ലേബർ റൂമിലാണെന്ന് ജയ് ഓർക്കണം. അപ്പൊ ഇത് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റില്ല, പുരുഷന്മാർക്ക് അറിയാൻ പറ്റില്ല. അവിടെ പ്രസവിക്കാൻ ചെല്ലുന്ന ആ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ബന്ധുക്കളെ ആരെയും കയറ്റത്തില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ പിന്നെ വനിതകളെ മാത്രമേ കയറ്റത്തുള്ളൂ. വാർഡിൽ പോലും വനിതാ വാർഡാണ്. അതുകൂടാതെ കൂട്ടത്തിൽ അമ്മയാണോ അമ്മായിയാണോ ആരായാലും അവർ മറ്റേ വൈറ്റ് അത്രേ പാടുള്ളൂ. ഇതൊക്കെ എന്ത് നിയമങ്ങളാണോ നമുക്ക് അറിഞ്ഞൂടെ. ഇനി അതൊക്കെ അവരുടെ നിയമങ്ങൾ. പക്ഷേ
ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അകത്ത് കയറുമ്പോൾ ഒരു നരകമാണെന്ന് മനസ്സിലാക്കാൻ ഈ പെൺകുട്ടിക്കും അവിടെയുള്ള ജീവനക്കാർക്കും മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അവരുടെ പെരുമാറ്റം. ഇപ്പം എൻ്റെ പ്രസവമൊക്കെ കഴിഞ്ഞ് എനിക്ക് സിസേറിയൻ ആയിരുന്നു. പ്രസവം കഴിഞ്ഞ് എന്നെ ഒരുമാതിരി മറ്റേ മോർച്ചറിയിലേക്ക് ശവമായിട്ട് കൊണ്ടുപോകത്തില്ലേ, ആ അവസ്ഥയിലാണ് അവിടുത്തെ ഒരു സിസ്റ്റർ വലിച്ചെറിയുക എന്നെ. നമുക്ക് ആ ഒരു വേദനയിൽ സെഡേഷൻ, ആ ഒരു സെഡേഷനിലും പ്രസവം കഴിഞ്ഞതിന്റെ സെഡേഷനിലും നമുക്കറിയാം നമ്മൾ വലിച്ചെറിയപ്പെട്ട് ആ വേദന അറിയുന്നു. ആ എയറിൽ എനിക്ക് അറിയാം എൻ്റെ വേദന, ആ സ്റ്റിച്ചിന്റെ വേദന എനിക്ക് അറിയാൻ സാധിക്കുന്നു. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ശാരിക പറഞ്ഞ ചിലപ്പോൾ ഒരു നല്ല വാക്ക് മതിയായിരിക്കും നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു നല്ല നോട്ടം മതിയായിരിക്കും. അതവിടെ കിട്ടില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പ്രസവ വേദനയായിട്ട് പോകുന്ന എല്ലാ അമ്മമാരും, അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന അമ്മമാരാണെങ്കിലും സ്വാഭാവികമായിട്ട് എത്ര നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയാലും മനസ്സിലൊരു ആദ്യ കാണും. എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, എനിക്ക് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും, ഭാവിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കാണുമോ. അത്തരത്തിൽ വലിയൊരു മെന്റൽ സ്ട്രെയിനിൽ കൂടെ, സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ് ഈ ഒരു ഗർഭകാലം. അതിനോടൊപ്പമാണ് ഈ പറഞ്ഞ പോലെ ഈ മറ്റു പെരുമാറ്റങ്ങൾ. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ അത് രണ്ട് എക്സ്ട്രീം ഉണ്ട്. എന്റെ നാത്തൂൻ, എന്റെ ബ്രദറിന്റെ വൈഫിനെ അവൻ നല്ലൊരു എന്താ പറയുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ആലപ്പുഴ തന്നെ നല്ലൊരു വിമൻ ആൻഡ് ചൈൽഡിന്റെ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്ത്. ഒരു കുഴപ്പമില്ല, പൈസയുണ്ട്, ഏതാണ്ട് 50,000 60,000 രൂപ മുടക്കേണ്ടി വന്നു. ബട്ട് ഇവിടെ ഫ്രീ ആണ്. എനിക്ക് 600 1200 രൂപ അങ്ങോട്ട് കിട്ടാനുള്ള കാർഡ് കാര്യങ്ങളൊക്കെ തന്നു. വേണ്ട, 1200 വേണ്ടെന്നേ, നമ്മുടെ ജീവനാ വലുത്. അവൾ 60,000 രൂപ മുടക്കില്ലെങ്കിൽ 50,000 രൂപ മുടക്കിയെങ്കിലും മറ്റേ ശരിക്കും നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന പോലെയാണ് അവിടെ അമ്മമാരെ കൊണ്ട് നടക്കുന്നത്. ഇപ്പൊ കിൻഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, നമ്മളൊരു ഹോസ്പിറ്റലിനെ പരസ്യത്തിനല്ലേ വിട്ടിരിക്കുന്നത്, എങ്കിലും ഏതൊരു പ്രൈവറ്റ് വിമൻ ആൻഡ് ചൈൽഡിന്റെ ഹോസ്പിറ്റലിൽ നമ്മൾ പോയാലും പൈസ മുടക്കുകയാണെങ്കിൽ അവര് പൊന്നുപോലെ നമ്മളെ കൊണ്ട് നടക്കും. ഒരു വേദനയില്ല. അവൾക്ക് അവളുടെയും സിസേറിയൻ ആയിരുന്നു, പക്ഷെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, ഒരു വിഷമങ്ങളും ഇല്ല, അവളെ ഹാപ്പി. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം നേരെ അവൾക്കതൊരു പകലാണെങ്കിൽ എനിക്കതൊരു രാത്രിയായിരുന്നു എൻ്റെ പ്രസവം എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം ക്രൂരമായിട്ട്. അപ്പം പച്ചയ്ക്ക് ഡോക്ടർമാരൊക്കെ നല്ല സുന്ദര മുഖങ്ങളാണ്. അതുപോലെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ച് നോക്കൂ, അവിടെ ഇപ്പോഴത്തെ PG സ്റ്റുഡൻസിന്റെ പരീക്ഷണ വസ്തുക്കളായിരിക്കും നമ്മൾ. എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ PG സ്റ്റുഡൻസിന്റെ പരീക്ഷണ വസ്തുക്കളാണ് നമ്മൾ. ശവശരീരങ്ങളാണോ? ജീവനും ഓജസ്സും തേജസ്സും ഉള്ള മനുഷ്യന്മാരല്ലേ. നമ്മളെ PV ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് കുഞ്ഞിന്റെ തല പരിശോധിക്കുന്ന ഒരു പരിപാടി. ഏതൊരു അമ്മയും കടന്നുപോയിട്ടുള്ളൊരു പരിപാടിയായിരിക്കും PV ചെയ്യാന്ന് പറഞ്ഞാൽ. അതായത് അവരുടെ കൈ കയറ്റി നോക്കുന്ന സംഭവമാണ് അവിടെ പ്രസവം. ഇത് നമുക്ക് പച്ചയ്ക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ ഡിസ്കഷനിൽ. കാരണം അത്രയും വേദന. 5ഉം 6ഉം PV ചെയ്ത് PVക്ക് ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ. അവസാനം എന്റെ ഡോക്ടർ വന്നിട്ട് അവരോട് പറഞ്ഞു, ആ പെൺകുട്ടീനെ തൊട്ടുപോകരുത്, അവൾ എന്റെ പേഷ്യന്റ് ആണ്, ഇനി അവളെ നേരെ, അവൾക്ക് പെയിനൊന്നും ഇനി വരത്തില്ല, അവളെ നേരെ ലേബർ റൂമിൽ സിസർ റൂമിലേക്ക് കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് അവരത് നിർത്തിയത്. വരുമ്പോഴും പോകുന്നവർക്ക് ഇട്ട് തട്ടാനുള്ള ഒരു പന്ത്. നമ്മൾ അലറുമ്പോൾ അവർ ചോദിക്കുന്നത്, ബലം പിടിക്കാതിരിക്കെ, എന്തുവാ ഇത്, ഇതൊന്നും ചെയ്തപ്പോൾ ഓർത്തില്ല, ഇതൊക്കെ എന്നെ സുഖമാണെന്നാണോ നീയൊക്കെ വിചാരിച്ചു. ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ജയ്. കാരണം ബിക്കോസ് ജയ് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മാലാഖമാരെന്ന് കരുതിയവരുടെ ഒരു ഡെവിളിന്റെ, ഒരു സാത്താന്റെ മുഖമാണ് നമ്മളോട്. ഒരു ഡോക്ടർമാരും മാലാഖമാരല്ല ഒരു ഗർഭിണി. എന്തിനാണ് ഗർഭിണികൾ ഇവർക്ക് ഇറിറ്റേഷൻ? നമ്മൾ പ്രസവിക്കാൻ ചെല്ലുമ്പോൾ മറിച്ച് അവരുടെ വീട്ടിൽ കൺസൾട്ടിങ്ങിന് ചെല്ലുവാണെങ്കിൽ ദേ ആർ ഫൈൻ. അവർ വളരെ സ്നേഹത്തോടെ അത് കഴിക്കണം, ഇത് കഴിക്കണം. അതെ, അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല മെഡിക്കൽ കോളേജിലേക്ക് വരാൻ. അവർ പറയുന്നത് നിന്റെ വീടിനടുത്ത് പ്രൈവറ്റ് കോളേജ് മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ. ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാം. പക്ഷെ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ഇവരൊക്കെ വേറൊരു മുഖമാണ്. നമ്മളെന്തോ ജയ് നേരത്തെ പറഞ്ഞ കറക്റ്റ് ഭിക്ഷാടകരെ പോലെ, അല്ലെങ്കിൽ നമ്മളെന്തോ അഭയാർത്ഥികളെ പോലെ നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം മേടിച്ച് നാണമില്ലാതെ എന്നിട്ട് നമ്മളെ ഭരിപ്പിക്കുന്നു. ഇവരെങ്ങനെ ഡോക്ടറാന്ന് ഞാൻ, ഇവരെന്താണ് ഓത്ത് ചെയ്യുന്നത് അവിടെ? ഒരു ഗർഭിണിയോട് ഇത്രയും ക്രൂരമായിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. എങ്ങനെ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു? അപ്പൊ അത് തന്നെ ആയിരിക്കും ഈ കുണ്ട്ര മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. അവർ ചിന്തിക്കുന്നത് നമ്മൾ വേണമെങ്കിൽ പ്രസവിച്ചു, ഇരുട്ടത്തും പ്രസവിച്ചോട്ടെ, ആ കൊച്ചി ഇരുട്ട് കണ്ടാൽ മതി. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നുണ്ട്. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് ഒരു ഗർഭിണിക്ക്. ആ കുഞ്ഞിനെയാണ് അത് ബാധിക്കുന്നത്. 100% ഷുവറാണ്. ഒരു പ്രസവിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വീഴുന്ന ഒരു കുഞ്ഞിന്റെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് എപ്പോഴും അമ്മയുടെ സന്തോഷം തന്നെയാണ്. ശരിക്കും സർക്കാർ ഹോസ്പിറ്റലിലേക്ക് ഒരു വട്ടം പ്രസവിക്കുന്ന ഏതൊരു അമ്മയും പിന്നെ ശരിക്കും പ്രസവം ഒരു പേടി സ്വപ്നമായിരിക്കും. പേടി സ്വപ്നമില്ല, ദുസ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കുകയും. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് പോസ്റ്റ്മോർട്ടം സിൻഡ്രോമിന്റെ എഫക്ട് പോലും കൂടുതൽ അനുഭവിക്കുന്നത് ഈ പറയപ്പെടുന്ന മെഡിക്കൽ കോളേജുകളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ അഡ്മിറ്റ് ആവുന്ന അമ്മമാരായിരിക്കും. അതിൽ ഏറ്റവും വലിയ ഇരയാണ് ഞാൻ. കാരണം ഇവരുടെ ഭാഷകൾ വളരെ മോശമാണ്. ഇപ്പൊ നമ്മൾ കുഞ്ഞിന് ആദ്യമായിട്ട് പാൽ കൊടുക്കാൻ പോകുന്നു. ഏതൊരു പെൺകുട്ടിയും ഇതിനു മുമ്പ്, കല്യാണത്തിന് മുമ്പ് വേറെ പരിപാടിയൊന്നും പോയിട്ടില്ല, അന്തസ്സായിട്ട് പ്രസവിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അവിടെ ജനറൽ വാർഡാണ്, അവിടെ റൂമില്ല. ഈ ജനറൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വേണ്ടാൻ മെഡിക്കൽ കോളേജിൽ റൂംസ് ഇല്ല, നമ്മൾ വാർഡിലാണ് കിടക്കുന്നത്. ആയിക്കോട്ടെ, ഡോക്ടർ വന്നിട്ട് എന്താ പാൽ കൊടുക്കുന്നില്ലേ, അവിടെ കൊടുക്ക്, കൊച്ചിന് വാലിക്ക് തള്ളിക്കി വെച്ച് കൊടുക്ക്. എന്താണ് നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് പ്രാക്ടീസ് ചെയ്തിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? നമ്മൾക്ക് സങ്കടം വരും. കാരണം ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ് നമ്മൾ. കാരണം ഈ ഒരു അനുഭവം കൊണ്ടാണെന്നാണ് തോന്നുന്നത്. മറിച്ച് അപ്പം ഞാൻ ഓർക്ക് എന്തായിരിക്കും മദർഹുഡ് എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇത്രയും ആനന്ദകര സിനിമയിൽ മാത്രമാണ് മദർഹുഡ് മനോഹരമായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ പ്രസവിക്കുന്നത് വരെ, അതിനുശേഷം ഡിപ്പെൻസ് ഓൺ ദ ഫാമിലിയാണ് നമുക്ക് അത് എങ്ങനെ സന്തോഷകരമാണ്. ഇത് ശാരിക പറഞ്ഞ കണക്ക് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എൻ്റെ വീടിനടുത്തുള്ളൊരു
എൻ്റെ ഏറ്റവും അടുത്തൊരു അയൽക്കാരൻ സേതു എന്നാണ് പേര്. അദ്ദേഹമായിട്ട് ഞാൻ പലപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളപ്പോൾ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അനുഭവം പറഞ്ഞാണ്, ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ നല്ലതാണ്. പക്ഷേ പലപ്പോഴും ഒരു കോർഡിനേഷൻ്റെ പ്രശ്നം. നമ്മൾ ഇന്ന ബ്ലോക്ക് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ളൊരു വിമുഖത. നമ്മൾ പോയി കണ്ടുപിടിച്ചു, നിനക്ക് ഇതൊക്കെ അല്ലേ പണി, നമ്മൾ പോയി കണ്ടുപിടിച്ചു, നിന്റെ ആവശ്യമുണ്ടെങ്കിൽ നീ കണ്ടുപിടിച്ചോണം. അല്ലെങ്കിൽ ഒരു വീൽ ചെയർ എടുക്കാൻ പോകുന്നെങ്കിൽ പോലും സെക്യൂരിറ്റി എടുക്കാൻ 100 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ പറയേണ്ടി വരും. നമ്മൾ ID കാർഡ് കൊടുക്കണം. ID കാർഡ് ഫോട്ടോ ആയിട്ട് കൊടുത്താൽ പോരാ, അത് ഫോട്ടോസ്റ്റാറ്റായിട്ട് തന്നെ കൊടുക്കണം. അത് ആവശ്യമില്ലാത്ത നിർബന്ധങ്ങളും വാശികളും. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ദൂരങ്ങൾ അടുത്ത ജില്ലകളിൽ നിന്ന് പോലും വരുന്ന ആൾക്കാരാണ്. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ അവകാശമാണ്. നമ്മൾ തന്നെ നികുതിപ്പണം കൊടുത്തിട്ട് കെട്ടിപ്പൊക്കിയിരിക്കുന്ന ആശുപത്രികളും അവിടുത്തെ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും അടക്കം നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് അടക്കമാണ് കാശ് കൊടുക്കുന്നത്. ഇതൊരിക്കലും നമുക്ക് കിട്ടേണ്ട ഒരു ഔദാര്യമല്ല, അവകാശമാണെന്നുള്ള ബോധ്യം ഈ രോഗികൾക്കും അല്ലെങ്കിൽ രോഗികൾക്കൊപ്പം ചെല്ലുന്ന ആൾക്കാർക്കും വേണം. അത്തരത്തിൽ മോശമായ അനുഭവം ഉണ്ടാകുന്നെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനായിട്ട് യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ എല്ലാ സെക്ടറിലേക്കും, ഗവൺമെൻറ്റിൻ്റെ എല്ലാ സെക്ടറും വിപുലമാക്കാനായിട്ടും മെച്ചപ്പെടുത്താനായിട്ടും നമ്മുടെ ഓരോ ആൾക്കാരുടെയും നികുതിപ്പണവും നമ്മുടെ കോൺട്രിബ്യൂഷനും അതിലേക്കുണ്ട്. അത്തരത്തിൽ ആൾക്കാരുടെ ഒരു ബോധമില്ലായ്മയുണ്ട് പലപ്പോഴും. അതായത് നമ്മൾ നിൽക്കുന്നത്, ഇവരുടെയൊക്കെ ആട്ടും തുപ്പും കേട്ട് പല പ്രായമുള്ള അമ്മമാർ നിൽക്കുന്ന അല്ലെങ്കിൽ അച്ഛന്മാർ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്കറിയില്ല നമുക്കിത് സൗജന്യമായി ലഭിക്കുകയാണല്ലോ, സൗജന്യമായിട്ടൊരു കാര്യം കിട്ടുമ്പോൾ നമുക്കിതൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരിക്കും എന്നൊരു പൗരബോധമില്ലായ്മ പല ജനങ്ങൾക്കിടയിലുമുണ്ട്. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ സർക്കാർ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ഈ ആൾക്കാർ, ജീവനക്കാർ, മേലാളന്മാർ, അതാണ് മെയിനായിട്ട് സംഭവിക്കുന്ന കാര്യം. അതാണ്. അതുകൊണ്ട് ഇതിപ്പോൾ കുണ്ട്ര ഹോസ്പിറ്റലിൽ സംഭവിച്ച കാര്യം ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല, നിരന്തരമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിരന്തരമായിട്ട് അവിടെ പറയുന്ന കാര്യമാണെങ്കിൽ ശാരീരിക തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 4 മണിക്കും 6 മണിക്കും പെയിൻ വരാനുള്ള, അതായത് പ്രസവത്തിനുള്ള പെയിൻ വരാനുള്ള ഗുളിക അവർ കൊടുത്തു, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അവർ കൊടുത്തു. അവർക്കറിയാമല്ലോ സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞാൽ പ്രസവ വേദന ഉണ്ടാവും, എത്രയും പെട്ടെന്ന് തന്നെ ലേബർ റൂമിലേക്ക് കയറ്റേണ്ടി വരും. ആ സമയത്താണ് പറയുന്നത് കറണ്ട് പോയി. അവരും പറയുന്നുണ്ട് കറണ്ട് പോകുന്ന ഈ മഴക്കാലത്ത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ആ രോഗികൾക്കുമുണ്ട്. പക്ഷേ ജനറേറ്റർ കേടായി, ആ ജനറേറ്ററിന് ഡീസൽ ഒഴിക്കാനുള്ള പണം ബ്ലോക്കിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതാണ് അവർ പറയുന്ന സാങ്കേതികമായിട്ടുള്ള തടസ്സം. ഒരു പക്ഷേ ലക്ഷങ്ങൾ മേടിക്കുന്ന ആൾക്കാരാണ്, അവർ ഈ കയ്യിൽ നിന്നൊരു കാശെടുത്ത് കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിനെ മുൻകൂട്ടി, ഇത്തരമൊരു പ്രശ്നങ്ങളെ മുൻകൂട്ടി അഡ്രസ്സ് ചെയ്യാനുള്ള മര്യാദ പോലും ഇവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ കൺമുമ്പിൽ അനേകം ഉദാഹരണങ്ങൾ കാണിക്കണമെങ്കിൽ ഈ എപ്പിസോഡ് നമുക്ക് മതിയാകാതെ വരും. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ സ്വയം മനസ്സിലാക്കിയിരിക്കുക, അവർ മാറും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എല്ലാ സർക്കാർ ഹോസ്പിറ്റലുകളിലും നമുക്ക് ലഭിക്കേണ്ടത് നമ്മുടെ അവകാശമാണെന്നുള്ള വ്യക്തമായ ബോധ്യം നമ്മൾ ഓരോ പൗരന്മാർക്കും ഉണ്ടാകണം. അത്തരത്തിൽ വളരെ മോശമായിട്ട് പെരുമാറുന്ന സാഹചര്യത്തിൽ അത് മീഡിയ ആവട്ടെ പൊതുജനത്തിനെ ആവട്ടെ അഡ്രസ്സ് ചെയ്ത് കൃത്യമായിട്ട് അറിയിക്കാനുള്ള ഒരു കടമ അത് നമ്മുടേത് കൂടിയാണ്. എങ്കിൽ മാത്രമേ ഇനിയും ഇത്തരം സംവിധാനങ്ങൾ മെച്ചപ്പെടുകയുള്ളൂ എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം.